അത് മാറ്റിയിട്ട് ചന്ദ്രശേഖരൻ പ്രധാനമന്ത്രിയായി. ചന്ദ്രശേഖരനെതിരായിട്ട് പ്രധാനമന്ത്രിയായപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? പാർലമെന്റിൽ ഞാൻ പാർലമെന്റ് അംഗാ. പാർലമെന്റിന്റെ വാതിൽക്കൽ അകത്തേക്ക് കടക്കാതെ കോൺഗ്രസ്സുകാർ ഇങ്ങനെ നിൽക്കുകയാണ്. അകത്തേക്ക് കടക്കുന്നില്ല, വാതിൽക്കൽ ഇങ്ങനെ നിൽക്കുക. എന്താ കാരണം? BJP-ക്കാർ കടന്നിട്ട് വേണം അവർക്ക് ഇങ്ങോട്ട് കിടക്കാൻ. രണ്ടു കൂട്ടും കൂടി കൈ പൊന്തിച്ചാൽ എന്ത് സംഭവിക്കുള്ളൂ? ചന്ദ്രശേഖരന്റെ ഭരണം പോകുള്ളൂ. ആരാ കൈകോർത്ത് പിടിച്ച് ഈ രാജ്യത്ത് ഒരുമിച്ച് നിന്നത് ചന്ദ്രശേഖരനെ താഴെ ഇറക്കാൻ? മറന്നുപോയോ കോൺഗ്രസ്സുകാർ? BJP-യുടെ കൈയും പിടിച്ചിട്ട് ചന്ദ്രശേഖരനെ താഴെ ഇറക്കിയത് മറന്നോ? VP സിംഗിനെ താഴെ ഇറക്കിയത് മറന്നോ? AKGക്കെതിരെ സ്ഥാനാർത്ഥി നിർത്തിയത് മറന്നോ? EMS നമ്പൂതിരിപ്പാടിനെതിരെ സ്ഥാനാർത്ഥി നിർത്തിയത് മറന്നോ? ഈ കസേരയിലിരിക്കുന്ന സഖാവ് അംസാക്കാക്ക് നേരെ കോലീബി ഉണ്ടാക്കി തോറ്റുപോയത് മറന്നുപോയോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾക്ക് എന്താ ഇത്ര കുറഞ്ഞ മറവിയ, കുറഞ്ഞ ബുദ്ധിയ, ബോധ, ഓർമ്മ? ഇവിടെ കാണിച്ചല്ലേ? ഈ കേരളത്തിൽ കണ്ടല്ലേ? ഈ കേരളം കണ്ടല്ലേ? സഖാവ് പിണറായി പറഞ്ഞു, രാജഗോപാലൻ ഇവിടെ ജയിച്ചല്ലോ. എങ്ങനെ രാജഗോപാലൻ ജയിച്ച്? ആരായിരുന്നു രാജഗോപാലിന് എതിരായിട്ടുള്ള നമ്മളെ UDF-ന്റെ സ്ഥാനാർത്ഥി? ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മ? നമുക്ക് ആർക്കും ഓർമ്മയില്ല. മനസ്സിലായി? നിങ്ങൾക്ക് ചില കാര്യം എങ്ങനെ അത്രയും അറിയപ്പെടാത്ത ഒരാളാ. പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നൊന്നും മത്സരിപ്പിച്ചില്ല. ആ മുന്നണിയിലെ ഏറ്റവും ദുർബലമായ രാഷ്ട്രീയ പാർട്ടിയുടെ ഇന്ത്യ എറണാകുളത്ത് തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയാക്കി. എന്തിനാ വെച്ചാൽ 8-10 കോൺഗ്രസ് നേതാക്കന്മാർക്ക് ജയിക്കാനുള്ള വോട്ട് ഇങ്ങോട്ട് BJP കൊടുത്തിട്ട് അങ്ങോട്ടൊരു രാജഗോപാലിനെ ജയിപ്പിച്ചാൽ മതി എന്നാണ് സമീപനം. വോട്ട് ഇവിടെ ചെയ്ത് ജയിപ്പിച്ചില്ലേ? ആരാ രാജഗോപാലിനെ ജയിപ്പിച്ച് MLA ആക്കിയത് ഇവിടെ? കേരളത്തിൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സഖാവ് പിണറായി പറഞ്ഞു, ഇവിടെ BJP-ക്ക് ഒരു അക്കൗണ്ട് തുറന്നിട്ടുണ്ട്, ആ അക്കൗണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ പൂട്ടിക്കും എന്ന് പറഞ്ഞത് പിണറായി വിജയനും പൂട്ടിച്ചത് ഇടതുപക്ഷമാണ്. അതുകൊണ്ട് ഉണ്ടായില്ലേ? എന്നിട്ടിപ്പോൾ തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപി ജയിച്ചു. സുരേഷ് ഗോപി ഇവിടെ മത്സരിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 16,236 വോട്ട് കൂടി. ആർക്ക്? ഇടതുപക്ഷ മുന്നണിക്ക്. UDF-ന് 74,656 വോട്ട് കുറഞ്ഞു. UDF വലിയ BJP വിരോധം നടത്തിയത് എങ്ങനെ വെച്ചാൽ, ഞാനീ പറഞ്ഞ എണ്ണം വോട്ട് BJP-ക്ക് ചെയ്തിട്ട് അങ്ങനെയാണ്. ഇവരെ സഹായം അങ്ങനെയാണ്. BJP വിരോധം മൂത്ത ഞങ്ങളുടെ വോട്ട് BJP-ക്ക്. അത് കൊള്ളാട്ടോ, ഭയങ്കര വിദ്യ. ഈ വിദ്യ കണ്ടുപിടിച്ചതാരാ? ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നമ്മളെ മുരളി ഒരു പ്രസംഗം നേരത്തെ നിങ്ങൾ കേട്ടിരുന്ന മുരളി കോൺഗ്രസ് പ്രവർത്തിച്ചു എന്നാണോ പ്രവർത്തിച്ചില്ല എന്നാണോ മുരളി പറഞ്ഞത്? മുരളിനെ സംരക്ഷിച്ചു എന്നാണോ വഞ്ചിച്ചു എന്നാണോ മുരളി പറഞ്ഞത്? ആണോ? കോൺഗ്രസിന്റെ സഹായം ഇല്ലെങ്കിൽ അവിടെ ജയിക്കോ BJP? കോൺഗ്രസ് സഹായിച്ചു, ചില ജാതിമത ഘടകങ്ങൾ സഹായിച്ചു. ക്രിസ്ത്യൻ പള്ളിയിൽ ചില വിഭാഗങ്ങൾ സഹായിച്ചു. നിങ്ങൾ കണ്ടിരുന്നില്ലേ? ക്രിസ്ത്യൻ പള്ളിയിലേക്കല്ലേ നമ്മുടെ BJP സ്ഥാനാർത്ഥിനെ വിളിച്ചു വരുത്തി കൊണ്ടുപോയത്? തൃശ്ശൂരിലെ പ്രധാനപ്പെട്ട ഒരു പള്ളിയിൽ രാവിലെ പാട്ട്. വലത്തു ഭാഗത്ത് സുരേഷ് ഗോപി, ഇടത്ത് ഭാഗത്ത് സുരേഷ് ബാബുയുടെ ഭാര്യ, രണ്ടാളും കൂടി പള്ളിയിൽ പാട്ട് പാടും. നമ്മളെല്ലാവരും കണ്ടില്ലേ? അവർ പോയി പാട്ട് പാടിക്കോട്ടെ, നമുക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ അത് നൽകുന്നൊരു സന്ദേശം എന്തായിരുന്നു? പൊതുവെ നോക്കിയ സന്ദേശം എന്തായിരുന്നു? ആരൊക്കെ സഹായിച്ചിട്ടാ ഈ സുരേഷ് ഗോപി അവിടെ ജയിച്ചത്? BJP സ്ഥാനാർത്ഥി ജയിക്കാതിരിക്കാൻ പരമാവധി പ്രവർത്തിച്ചതാരാ? ഇടതുപക്ഷക്കാരില്ലേ? വോട്ട് നമുക്ക് കൂടിയില്ലേ? കോൺഗ്രസിന്റെ വോട്ടും ഞാനീ പറഞ്ഞ കൂട്ടരുടെ എല്ലാവരുടെ വോട്ടും സമാഹരിക്കാൻ കേന്ദ്ര ഭരണത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് BJP ആകെ നടത്തിയ പ്രവർത്തനത്തെ തുടർന്നല്ലേ അവിടെ ഗവൺമെന്റ് ഒരു MP വന്നത്? എല്ലാവർക്കും അറിയുന്ന കാര്യമില്ലേ? പകൽ പോലെ വെളിച്ചല്ലേ? പകൽ വെളിച്ചം പോലെ വ്യക്തല്ലേ? എല്ലാവർക്കും വ്യക്തതയുള്ള ഒരു കാര്യത്തിൽ പിന്നെ കളവ് പറയോ? ആരെങ്കിലും പറയോ? അതല്ലേ ഇപ്പോൾ നടക്കുന്നത്? കളവല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ? കളവ് പറഞ്ഞ് ഫലിപ്പിക്കാൻ കുറച്ച് മാധ്യമങ്ങളുടെ പിന്തുണ കിട്ടിയാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തോണ്ടിക്കളയുന്ന അതിനാണ് കരുതിയിരിക്കുന്നത്. കളവുകൾ കൊണ്ടാണ് ഇതൊക്കെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. വർഗീയത കൂടുതൽ പ്രചരിപ്പിക്കാനുള്ള പരിശ്രമമാണ് നടക്കുന്നത്. ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താനുള്ള പരിശ്രമമാണ് നടത്തുന്നത്. അത് മുന്നോട്ട് കൊണ്ടുപോവാണ്.
മുഖ്യമന്ത്രി നല്ല നിലയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞാൽ, ഗവൺമെന്റ് പ്രവർത്തിച്ചാൽ തെറ്റായ നിലയിൽ സമൂഹത്തിൽ വർഗീയമായി കാര്യങ്ങൾ ചിന്തിപ്പിക്കാൻ സഹായകരമായ പ്രചാരവേലകൾ നടത്താൻ പാടുണ്ടോ? അത്തരമൊരു പ്രചാരവേലയാണ് ഇപ്പൊ രൂപപ്പെടുത്തിയിരിക്കുന്ന മലപ്പുറം എന്ന വാക്ക്. മലപ്പുറം എന്ന് പറഞ്ഞാൽ അതിന് വേറൊരു അർത്ഥം കൊടുക്കാനുള്ള പരിശ്രമം. ഇത് ആദ്യം നടത്തിയതാരവിടെ? ആദ്യം നടത്തിയതാരാ? മലപ്പുറത്തിന്റെ പ്രത്യേകത എന്താ? മതന്യൂനപക്ഷങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ഒരു സ്ഥലമാണ് മലപ്പുറം. ഞാനൊരു മലപ്പുറത്തുകാരനാണ്. എൻ്റെ ഏറ്റവും വലിയ അഭിമാനം മതന്യൂനപക്ഷങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ഈ മലപ്പുറത്ത് പാവപ്പെട്ട മുസ്ലിമിൻ്റെയും ഹിന്ദുവിൻ്റെയും തോളിൽ കൈയിട്ട് അഭിമാനപൂർവ്വം ജീവിച്ചു പോകുന്നു എന്നുള്ളത് തന്നെയാണ്. മതസൗഹാർദ്ദത്തിൻ്റെ അടിത്തറയിലാണ് മലപ്പുറം നിലനിൽക്കുന്നത്. ആ മതസൗഹാർദ്ദത്തിൻ്റെ അടിത്തറ മലപ്പുറത്തിന് പണിയാൻ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച പ്രസ്ഥാനമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായാണ് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ കാരണം? എന്തായിരുന്നു ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് നേരെ വെള്ളക്കാരനുണ്ടാക്കിയ ഒരു മനോഭാവം? മലബാർ കലാപത്തിനു ശേഷം മതന്യൂനപക്ഷമായ മുസ്ലിമിന് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കി ആത്മാഭിമാന ക്ഷതമേൽപ്പിച്ച ഏറ്റവും കറുത്ത കാലത്ത് ആക്രമ സമരത്തിന് നേതൃത്വം നൽകിയ മുസൽമാന്റെ നെഞ്ചിലേക്ക് നിറയൊഴിച്ച ഹിച്ച്കോക്ക് സാഹിബിന്റെ പ്രതിമ അവിടെ നിന്ന് മാറ്റണം എന്ന ജാഥ, ആ സമരത്തിന്റെ 25ാം വാർഷികത്തിൽ നയിച്ച വ്യക്തിയുടെ പേര് AK ഗോപാലൻ എന്നായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. AKG നയിച്ചത്, കമ്മ്യൂണിസ്റ്റുകാരൻ നയിച്ചത്. അപ്പോഴാണ് മറ്റേ കവിത വന്നത് ഇവിടെ, മാപ്പിളപ്പാട്ട്. ആരാ ഇവിടെ 921 പാരീസ് കമ്മ്യൂണിറ്റിൽ